ഏകുന്നു. ഈ നമ്മളിന്ന് പ്രാർത്ഥിച്ചതുപോലെ രാജാതി രാജാവായി കർത്താതി കർത്താവായിട്ട് ദൈവം നമ്മുടെ മധ്യത്തിലുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ രാജാതി രാജാവായി കർത്താതി കർത്താവായി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും എപ്പോഴും വാഴട്ടെ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം. ദൈവം നമ്മുടെ കൂടിയുണ്ട്. ദൈവം അനുകൂലമെങ്കിൽ ആ പ്രതികൂലം. ഈ ദിവസങ്ങളിൽ നമ്മൾ ധൈര്യപ്പെട്ട് മുന്നേറാം. ദൈവഹിതമെങ്കിൽ നാളെ രാവിലെ ഏകദേശം 10 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഞാൻ ശ്രീലങ്കയിലേക്ക് പോവുകയാണ്. പ്രത്യേകം പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ സാറ്റർഡേയിൽ ഒരു യൂത്ത് മിനിസ്ട്രി അതോടനുബന്ധിച്ച് ഒരു ചിൽഡ്രൻസ് മിനിസ്ട്രി നടത്തുകയുണ്ടായി. ഞാൻ അതിനോടനുബന്ധിച്ച് ഷെയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ, ഒരു മിനിറ്റ്. അക്കാദമീസ് ഒരു അവിടെ 2-3 ദേവദാസന്മാരുണ്ട്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ചിൽഡ്രൻസ് സെലിബ്രേഷൻ, ക്രിസ്ത്യൻ സെലിബ്രേഷൻ നടത്തുകയുണ്ടായി. ഒരു കോളനിയാണ്, ചേരി പ്രദേശമാണ്. ഏകദേശം 150 കുഞ്ഞുങ്ങളോളം പങ്കെടുത്തു. അവർ ക്രിസ്തുവിനോടനുബന്ധിച്ചുള്ള കിറ്റുകളും അതുപോലെ തന്നെ മെസ്സേജ് എല്ലാം കേൾക്കുവാനിടയായി. ഏകദേശം ആ പ്രദേശത്തുള്ള 350ഓളം പേര് അവിടെ വന്നു, ഒരു ദൈവവചനം കേട്ടു. ഞാൻ വളരെ സന്തോഷിക്കുന്ന കാര്യം, അവരെല്ലാവരും ഹിന്ദുക്കളാണ്. അവർ വന്നു, ദൈവവചനം കേട്ടു. അവിടെ കുഞ്ഞുങ്ങൾ 150ഓളം പേര് അവർ ബൈബിളിനോടനുബന്ധിച്ചുള്ള ക്രിസ്മസ് കിറ്റുകളും അതുമെല്ലാം ചെയ്തു. ഒരു സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെല്ലാം ദൈവം മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു. അത്രയും 350 പേര് വരിക എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഒറീസയിലും വിശാഖപട്ടണത്തും ബാംഗ്ലൂരും ശ്രീലങ്കയിലും ദൈവത്തിൻ്റെ പദ്ധതികൾ ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ചെയ്തെടുക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥന കേട്ട് മറുപടി അയക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. Today I was thinking also, He is the King of Kings and He is the Lord of Lords. രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നീതിമാന്മാരാണ്. ദൈവസന്നിധിയിൽ ദൈവം നമ്മളെ എത്രത്തോളം നിലനിർത്തി സഹായിച്ചു, നമ്മളെ വേലയ്ക്കായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്നു. നമ്മൾ ചെയ്ത് പോകുന്നിടത്തെല്ലാം നമ്മുടെ വേല ചെയ്ത്, നമ്മൾ കുടുംബത്തിലാണെങ്കിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. നമുക്ക് ദൈവം ഒരു ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മളെ കുടുംബത്തിലും എല്ലാ മേഖലയിലും ആക്കി വെച്ചിരിക്കുന്നത്. അത് രാജാതി രാജാവും കർത്താതി കർത്താവുമുള്ള ദൈവം നമ്മോട് കൂടി ഉള്ളപ്പോൾ നമ്മളതെല്ലാം ചെയ്തെടുക്കുവാൻ നമ്മൾ പോവുകയാണ്. ആ വിശ്വാസത്തിൽ നമ്മൾ കോട്ടകളെല്ലാം തകർത്തുകൊണ്ട് മുന്നേറുവാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനിന്ന് യൂത്ത് മീറ്റിങ്ങിൽ ഒരു കാര്യം ഞാൻ പറയുകയുണ്ടായി. അപ്പം അതിൻ്റെ അകത്ത് ഒരു മെയിനായിട്ട്, ഒരു മിനിറ്റ്, സോറി, യൂത്ത് മിനിസ്ട്രിയിൽ ഞാൻ ഇന്നൊരു ടോപ്പിക് എടുത്തത് ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതിയിരിക്കുന്നു. നമ്മളിന്ന് ആരാധിച്ചു കർത്താതി കർത്താവായിട്ട്, രാജാതി രാജാവായിട്ട് നമുക്ക് നമ്മുടെ യേശു കർത്താവുണ്ട്. നമ്മൾ ബൈബിളിൽ കാണാം, ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലുടനീളം യേശുവിൻ്റെ ജീവിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ, യേശു ക്രൂശിക്കപ്പെട്ടു. ദ കിങ് ഓൺ ദ ക്രോസ്, നമ്മുടെ രാജാവ് ക്രൂശിലായിരുന്ന ഒരു സമയമുണ്ട്. അപ്പം ആ സമയം എല്ലാ അധിക്ഷേപങ്ങളും ഏറ്റ് കുരിശ് കിടന്നപ്പോഴും ഒരു രാജാവായിട്ടാണ് കിടന്നത്. അപ്പം അതിനോടനുബന്ധിച്ച് നമുക്ക് ഏതാനും വാക്യങ്ങൾ വായിച്ച്, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതിയിരിക്കുന്നു. അപ്പം യോഹന്നാന്റെ സുവിശേഷം, ജോൺ ചാപ്റ്റർ 19 വേഴ്സ് 17,
And he, bearing his cross, went out to a place called the place of skull, which is called in Hebrew Golgotha, where they crucified him with two others with him, one on either side, and Jesus the center. Now Pilate wrote a title and put on the cross, and writing as Jesus of Nazareth, the King of Jews. നമുക്കതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 19 ചാപ്റ്റർ 19 17 18 19 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. കർത്താവേ, ദൈവത്തിന് മഹത്വം വീരമനക്കിട്ടേത്. അവർ യേശുവിനെ കൈയേറ്റു. അവൻ താൻ തന്നെ ക്രൂശിൽ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോട് കൂടെ വേറെ രണ്ടാളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. പിലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസ്രായനായ യേശു, യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. നമ്മളിവിടെ കാണുന്നത് ജീസസ്, he came from Nazareth, and also he is the King of Jews. ആ മേലെഴുത്ത് എഴുതി, അതാരാണ് എഴുതിയത്? പണ്ഡിറ്റ് പൈലറ്റ് ആ മേലെഴുത്ത് എഴുതി. ആ മേലെഴുത്ത് ആ ഗവർണറായ പീലാസ്, റോമൻ ടിബേറിയസ് ഭരണകാലത്ത് യഹൂദയുടെ ഗവർണറായിട്ട് പണ്ഡിറ്റ് പൈലറ്റ് വന്നു. അപ്പം അദ്ദേഹം എഴുതിയത് നസ്രത്തിലെ യേശു യഹൂദന്മാരുടെ രാജാവ്. അപ്പം അത് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം, അതിൻ്റെ 20ഉം 21 ഞാൻ വായിക്കാം, അത് കഴിഞ്ഞിട്ട് മലയാളം വായിക്കാം. Then many of the Jews read this title, for the place where Jesus was crucified near the city, and it was written in Hebrew, Greek, and Latin. Therefore the chief of the priests, the Jews, said to Pilate, "Do not write the King of Jews," but he said, "I am the King of Jews." അതിൻ്റെ മലയാളം വായിക്കാം. അതിൻ്റെ 28ഉം 21 20ഉം 21. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പിലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവ് എന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു, എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പിലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു. നമ്മളിവിടെ കണ്ടു, പിലാത്തോസ് ഒന്ന് എഴുതി യഹൂദന്മാരുടെ രാജാവ്. മഹാപുരോഹിതന്മാർ വന്നു പറഞ്ഞു, അങ്ങനെയല്ല എഴുതേണ്ടത്, അവൻ അങ്ങനെ പറഞ്ഞു എന്ന് എഴുതുക. അപ്പം പണ്ഡിറ്റ് പൈലറ്റിൻ്റെ മറുപടിയാണ്, I have written. പിലാത്തോസ് മറുപടി പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. അപ്പോൾ ഒരു രാജ്യത്ത് ഒരു കാര്യം രാജാവ് ചെയ്യുമ്പോൾ, ഒരു കാര്യം അവർ ചെയ്തു കഴിഞ്ഞാൽ അവരത് മാറ്റില്ല. ഇപ്പം അന്ന് പിലാത്തോസിൻ്റെ ആ സമയം നമ്മൾ എടുക്കുകയാണെങ്കിൽ, പിലാത്തോസ് ഗവർണറായിരുന്നു. റോമൻ ചക്രവർത്തിയായ തിബേറിയസിൻ്റെ കീഴിൽ അദ്ദേഹം യഹൂദ ഭരിച്ചിരുന്നു. അപ്പം യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി. അത് പിലാത്തോസ് എഴുതിയപ്പോൾ അത് അവിടെ സ്ഥാപിച്ചു. ഒരു രാജ്യത്ത്, in a kingdom, the king take dominion over the people, and whatever decreed by the king to be executed and established. Pontius Pilate said, whatever I decreed was executed and established. ഒരു രാജ്യത്തിൻ്റെ രാജാവ് ജനങ്ങളുടെ മേൽ ആധിപത്യം എടുക്കുമ്പോൾ രാജാവ് എന്ത് വിധിച്ചാലും അത് നടപ്പിലാക്കുകയും സ്ഥാപിക്കുകയും ചെയ്യും. പന്തിയോസ് പിലാത്തോസിൻ പറഞ്ഞു, ഞാൻ എന്ത് വിധിച്ചാലും അത് നടപ്പിലാക്കുകയും സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം യഹൂദന്മാരുടെ രാജാവ്
എന്ന് എഴുതി അത് നടപ്പിലാക്കി, അത് സ്ഥാപിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്ത് ഒരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ ആയിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതവും വി ആർ ലിവിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്. വി live in the kingdom of God. Whatever written in the Bible, it is our duty to execute, establish in this earth as royal priesthood under our King of Kings, Lord of Lords, Jesus Christ. പിലാത്തോസ് എഴുതി, ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, നമ്മൾ ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നതെല്ലാം നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കീഴിലാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം ഈ ഭൂമിയിൽ നടപ്പിലാക്കാനും സ്ഥാപിക്കാനുമായിട്ടാണ്. നമുക്കൊരു കടമയുണ്ട്, നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്. വെറും ഒരു റോമാരാജ്യത്ത് ഒരു പിലാത്തോസ് എഴുതിയെന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മൾ വചനത്തിലേക്ക് കടന്നുപോയി, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ, ഐ ആം ലിവിങ് ഇൻ ദ കിങ്ഡം ഓഫ് ഗാഡ്, ഞാൻ സ്വർഗരാജ്യത്തിലാണ് ജീവിക്കുന്നത് എന്നൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ അത് ദൈവവചനപ്രകാരം പറയുമ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പ്രാഗൽഭ്യം, ഒരു വിശ്വാസം നമുക്ക് ഏറ്റെടുക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കർത്താതി കർത്താവും രാജാതി രാജാവുമായിട്ട് ഒരു ദൈവമുള്ളതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അവൻ എന്ത് കൽപ്പിച്ചാലും, അവൻ വചനത്തിൽ എന്ത് കൽപ്പിച്ചാലും അത് ഉവ്വ ഉവ്വ എന്നാണ്. നമ്മളത് ആ വിശ്വാസത്തോടെ ഏറ്റു പറയുമ്പോൾ അവിടെ ദൈവം വലിയ വൻകാര്യങ്ങൾ ചെയ്തെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ ദിവസങ്ങളിൽ നമ്മൾ വചനത്തിൽ ഉറയ്ക്കാം. ഉറച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പം അതേത് അന്ധകാര പൈശായ മേഖലയിലാണേലും നമ്മൾ കൽപ്പിക്കുന്നതാണ് ദൈവം മാനിക്കാൻ പോകുന്നത്. അത് നമ്മൾ കൽപ്പിച്ച് കഴിയുമ്പോൾ അത് അതുപോലെ തന്നെ ആയിത്തീരും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ പെരുവേരളയിലൊരു ചെറിയൊരു ബൾജ് പോലെ നല്ല നല്ല വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ പേന വെച്ച് എഴുതുമ്പോൾ വേദനയൊക്കെ തുടങ്ങി. അപ്പം ഞാനത് നോക്കി, കുറച്ചൊരു കളറേഷനൊക്കെ ഉണ്ട്, ഒരു ബൾജ് പോലെ പൊങ്ങിയിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തു, നമ്മുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ട് ദൈവം നമ്മുടെ മധ്യത്തിലുള്ളപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ബൾജിങ്, ഈ ഡിഫോർമേഷൻ ഹാസ് ടു ഗോ. ഇത് ഈ വിരലിൽ നിന്ന് മാറിപ്പോയേ പറ്റൂ. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ ശക്തമായിട്ട് ഒരു വിരൽ വെച്ച് വേറൊരു വിരലിലോട്ട് വെച്ചിട്ട് പ്രാർത്ഥിച്ച്, യേശുവിൻ്റെ നാമത്തിൽ ഇത് മാറിപ്പോട്ടെ, വേദന മാറിപ്പോട്ടെ ഇപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പം കംപ്ലീറ്റ് ഹീലിംഗ് ആയി. അങ്ങനെ ഒരു സ്പോട്ട് പോലും അവിടെ ഇല്ല. നമ്മൾ ദൈവരാജ്യത്തിലാണ് ജീവിക്കുന്നത്. യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മൾ കാണാം. വിൽഡർനെസ്സിലായിരുന്നപ്പോൾ, മരുപ്രദേശത്തായിരുന്നപ്പോൾ പിശാച് വന്നപ്പോൾ യേശു പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെയധികം സ്വാധീനിച്ചു. അത് മാത്യു 4:4 ആൻഡ് ലൂക്ക് 4:4 നമുക്ക് കാണാം. യേശു കൽപ്പിച്ചാൽ, യേശു പറഞ്ഞാൽ അത് അതുപോലെ തന്നെ നടക്കും. ഈ വചനത്തിൽ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നടത്തിയെടുക്കുവാനാണ് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനോടനുബന്ധിച്ച് നമുക്ക് 2 വാക്യങ്ങൾ വായിച്ച് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് മാത്യു ചാപ്റ്റർ 4:4 ഇംഗ്ലീഷ് വായിക്കാം. മാത്യു ചാപ്റ്റർ 4:4. But he answered and said, It is written, Men shall not live by bread alone, but every word that proceeds from the mouth of the Lord. Amen. Praise the Lord. Father, we thank you, Father. We continue to bless you, Father. നമുക്ക് അതിന്റെ മലയാളം വായിച്ച് മത്തായിയുടെ സുവിശേഷം 4. അതിനവൻ,
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ വചനം എന്തുമാത്രം സ്വാധീനം നമ്മുടെ ജീവിതത്തിലും ആ വചനം നമ്മുടെ ജീവിതത്തിലായി കഴിയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനം ചെലുത്താൻ പറ്റുമെന്ന് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാ ഒരു ആഴത്തിലൊരു അറിവ് തരുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇഫ് ജീസസ് said it is written, അപ്പം നമ്മൾ കണ്ടു വെറും ഒരു ഗവർണറായിരുന്ന അദ്ദേഹം പറഞ്ഞു ഞാനത് എഴുതി ഇനി അത് മാറ്റുന്ന പ്രശ്നം. അപ്പം നമ്മുടെ കർത്താവും രാജാതിരാജാവുമായ ദൈവം ഒരു വചനം പറയുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് അത് പ്രവർത്തി കൊണ്ടുവരുവാൻ നമ്മൾ എത്ര ബാധ്യസ്ഥരാണ്. അപ്പം അതിൻ്റെ കോണ്ടക്സ്റ്റ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്? അതിൻ്റെ 5ഉം 6ഉം നമുക്ക് വായിക്കാം. യേശു കർത്താവ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് നമുക്ക് വായിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. പിന്നെ മത്തായിയുടെ മത്തായിയുടെ 4:5 പാസ്റ്റർ. 5ഉം 6ഉം ഓക്കെ. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രൻ എങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. പിശാചിനും വചനം അറിയാം, പക്ഷെ അവനത് മിസ്കോട്ട് ചെയ്ത് അവിടെ. അപ്പം നമ്മൾ അവിടെ നോക്കുമ്പം നമുക്ക് Psalm 91 നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് കാണാം. അതിൻ്റെ 11ഉം 12ഉം നമുക്ക് വായിക്കാം. അവിടെ എന്താണ് പിശാച് അത് മിസ്കോട്ട് ചെയ്യുന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഭാഗം വിട്ടുകളഞ്ഞു, നിന്നെ എല്ലാ വഴികളും കാക്കേണ്ടതിന്. ഇങ്ങനെ സംഭവിച്ചാൽ ദൈവം സഹായിക്കുമെന്ന്. അല്ലാതെ ഒരു ടെസ്റ്റ് വരുമ്പം അവിടെ ഒരു ദൈവത്തെ ടെസ്റ്റ് ചെയ്യാനല്ല. അപ്പൊ അതിനകത്ത് പറയുന്നത് ടു കീപ് യു ഓൾ ഇൻ യുവർ വേസ്. നമ്മളെ എല്ലാ വഴികളിലും നടത്താനായിട്ട് ദൂതന്മാരെ കൊണ്ട്, ഏഞ്ചൽസിനെ കൊണ്ട് അത് ചെയ്യും. അപ്പൊ ആ ഭാഗം പിശാച് വിഴുങ്ങിയിട്ടാണ് പറഞ്ഞത്. ആ ഭാഗം യേശുവിനോട് പറഞ്ഞില്ല. അപ്പൊ അത് പറയാതെ, അപ്പം ഞാൻ ഓർക്കിയത് വചനം എന്തുമാത്രം നമ്മൾ പല വചനങ്ങളും കേൾക്കാറുണ്ട്. നമ്മൾ അതിൻ്റെ ആധികാരികമായിട്ട് വചനത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മളത് പ്രവർത്തിക്കാൻ ഇറങ്ങേണ്ടത്. അപ്പം എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടത്, ആ ഭാഗം പിശാച് വിട്ടുകളഞ്ഞു. ഈ ദിവസങ്ങളിൽ ആ വചനത്തിൻ്റെ ആഴമായിട്ട് എന്ത് ദൈവം കൽപ്പിച്ചാലും അതിൻ്റെ ആ മർമ്മം മനസ്സിലാക്കി അത് ഫുള്ളായിട്ട്, ബൈബിൾ പറയുന്നുണ്ട് the sum total of the word is the truth. അതിൻ്റെ ആകത്തുക, അല്ലാതെ അതിൻ്റെ പകുതി അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അതിൽ ഡിസീവ് ആകാൻ പാടില്ല. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ. വാട്ട് ഈസ് റിട്ടൺ ഇൻ അവർ ലൈഫ്, ആഫ്റ്റർ വി നോ ഇറ്റ് ഈസ് റിട്ടൺ, വി ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് എക്സിക്യൂട്ട് ഇൻ അവർ ലൈഫ്. ആ പ്രാഗൽഭ്യം ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരട്ടെ. ദൈവവചനത്തിൽ കൂടുതൽ ചേർന്നിരുന്നു കൊണ്ട് നമ്മൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പം വചനത്തിൻ്റെ ആഴം, അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സ്പഷ്ടമായിട്ട് നമ്മൾ സംസാരിച്ചിരിക്കും. ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. അപ്പം ഞാൻ കയ്യിലെ പ്രയാസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഇറ്റ് ഈസ് റിട്ടൺ ദ നെയിം ഓഫ് ജീസസ് that whatever infirmity, whatever deformation must leave right now and execute and establish it. ഈ ദിവസങ്ങളിൽ വചനം നമ്മൾ ആചരിക്കുന്നവരായി മാറണം. നമ്മളെ കൊണ്ട് ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. പലപ്പോഴും നമുക്ക് ഇമോഷനും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പം നമ്മൾ ആ വചനം അതിൻ്റെതായ രീതിയിൽ ഓർത്തെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ വചനത്തിൽ അതിൻ്റെ മർമ്മങ്ങൾ അറിഞ്ഞ് ഒരു പ്രാഗൽഭ്യത്തോടെ ഇറ്റ് ഈസ് റിട്ടൺ, ഇത് എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ, കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലത്തിൽ
ഞാൻ യഹോവയെ സേവിക്കും, ഞാനും എൻ്റെ കുടുംബവും സേവിക്കും. ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. ആ ദൈവവചനം എടുത്ത്, ആ ഇരുവായത്തുള്ള വാളെടുത്ത് ഈ ദിവസങ്ങളിൽ നമുക്ക് ബലപ്പെട്ട്, നമുക്ക് നീതിമാന്റെ അനർത്ഥങ്ങൾ അനവധിയെങ്കിലും അവയിൽ നിന്നെല്ലാം യഹോവ വിടുവിക്കുന്നു. കാരണം നീതിമാൻ എപ്പോഴും ദൈവവചനത്തിൽ ആശ്രയിച്ചും അതിൻ്റെ ആഴങ്ങളെ മർമ്മങ്ങളെ അറിഞ്ഞ് ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ എന്ന് പറഞ്ഞു കഴിയുമ്പം ദൈവം അവിടെ പ്രവർത്തിച്ചിരിക്കും. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളും ദൈവം തകർത്തിരിക്കും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം നമ്മളെ വലിയ വേല ചെയ്യുവാനായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവൻ അവിടുന്ന് ഇവിടുന്നും കോട്ട് ചെയ്ത് അതിൻ്റെ ആകത്തുക ഈ ദിവസങ്ങളിൽ വചനത്തിൽ നിന്ന് നമ്മൾ പഠിച്ച് അതിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച് എല്ലാ അന്ധകാര പൈശാചിക രോഗാത്മ വ്യാപാരങ്ങളെല്ലാം തകർക്കുന്നവരായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാം. ഈ യേശു കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 4:4 ലൂക്കോസിന്റെ സുവിശേഷം 4:4 അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. മാത്യു 4:4, ലൂക്ക് 4:4. ജീസസ് സെഡ് ഇറ്റ് ഈസ് റിട്ടൺ, ഇറ്റ് ഈസ് റിട്ടൺ. അത് തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ കർത്താവും രാജാതി രാജാവുമായ യേശു കർത്താവ് പിശാചിന്റെ മേൽ ജയമെടുത്തെങ്കിൽ, ഇഫ് he say it is written, it is written, the devil left, fled. In our life also, that is the attitude, spiritual and mental attitude we develop when we learn from the scripture. And God bless you all. Please continue to pray for all the ministry. And also travel mercy for tomorrow. I'll be there until January 11. So please continue to pray. Amen. God bless you all. I'll keep you all in my prayers also. Thank you.